സാറിനെ വിളിച്ച് പറഞ്ഞ് ഒരു കുട്ടിയെ ഒന്ന് പഠിപ്പിക്കണം മോണാക്ട്. വലിയ ഫീസൊന്നും ഉള്ളതില്ല. നവ്യ നായർക്കെതിരെ ചില ആരോപണങ്ങളുമായി നവ്യയുടെ സ്കൂൾ കാല ഗുരുവും സ്റ്റേജ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ആലപ്പി സുദർശനാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ പോയി ലൊക്കേഷനാണ് ഞാൻ പോയി നവ്യയ്ക്ക് ആ ഐറ്റം പഠിപ്പിച്ച അടുത്തത് +2 വേണ്ടി. അതിനായിരുന്നു സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയത്. +2 പഠിക്കുന്ന സമയത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നവ്യക്ക് മോണോ ആക്ടിൽ 1ാം സ്ഥാനം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് നവ്യയെ മോണോ ആക്ട് പഠിപ്പിച്ച ഗുരുവാണ് ഈ പറയുന്ന ആലപ്പി സുദർശൻ. ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ നവ്യ ചെറിയ കുട്ടിയായിരുന്ന സമയം തൊട്ടേ നവ്യയുടെ ഗുരുവാണ് ഇദ്ദേഹം. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. നവ്യ എന്നല്ല ധന്യ എന്നായിരുന്നു എന്നുള്ള പേര്. എനിക്കൊരു വിഷമമുണ്ട്. അതെന്തുവാ? അന്ന് നവ്യക്ക് ഫസ്റ്റ് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞോളാം. മനസ്സിലായി. ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു, സാറേ നവ്യക്ക് സ്റ്റേറ്റിലാ ഫസ്റ്റ്, എനിക്കൊരു ജോഡി ഡ്രസ് എടുത്തു. അത്രക്കൊക്കെ വേണോ? പക്ഷെ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് വല്ലാതെ എപ്പോഴും വേദന. ഇനി എപ്പോഴും ഞാനത് ഓർക്കും ഡോക്ടറെ. എന്റെ മയ്യത്തട്ടിൽ എടുക്കുന്നത് വരെ ഞാനത് ഓർക്കും. എന്താ പറഞ്ഞ? സാറേ പൈസ ഒന്നുമില്ല. പൈസ ഒന്നുമില്ല. അയ്യോ, ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. നന്ദനത്തിന്റെ ലൊക്കേഷൻ ആണ് നവ്യ. മനസ്സിലായി. ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും? നാണക്കേട് ഇല്ലാതാക്കുന്ന ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡസം വാങ്ങി 2 റൗണ്ട് നന്നായി തേച്ച് വെച്ചാൽ മതി. ലൊക്കേഷൻ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. അങ്ങനെ ആ പഠിപ്പിക്കാതെ എനിക്ക് ഒരുപാട് തെറ്റാനുഭവങ്ങള്, ഒരുപാട് വേദന ഉണ്ട്. കാര്യം തനിക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? പിന്നെ കരുന്നില്ലാന്നുള്ളൂ. ഓർമ്മയുണ്ടായിരുന്നു. നവ്യയുടെ അച്ഛനാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. സോ നവ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. യോഗ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.